പിന്നെ ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം വീട്ടിൽ പതുക്കെ ഒന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് പതുക്കെ ആയതുകൊണ്ട് ആരും കേട്ടില്ല. ഇനി ചെന്നിട്ട് വേണം ഉറക്കെന്ന് പറയാൻ. മരിച്ച വീട് എവിടെയാ? എന്ത് മരിച്ച വീട്? വീട് മരിക്കേ? എടോ മരണം നടന്ന വീട്. മരണം നടക്ക്. ഒന്ന് പോടോ. അപ്പുറത്തെ വീട്ടിലെ സന്തോഷേട്ടനെ നോക്കിയേ, ഭാര്യയെ താഴെ വെക്കാതെയാ കൊണ്ട് നടക്കുന്നത്. ചേട്ടൻ അതുപോലെയൊക്കെ ചെയ്തൂടെ? എനിക്ക് അവളെ എങ്ങനെ കൊണ്ട് നടക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, സന്തോഷം ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല, ഫുൾ ടൈം വീട്ടില്ല. മെനഞ്ഞാന്ന് രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. എന്താ, കണ്ണിന് വല്ല അസുഖം ഉണ്ടായോ? അയ്യോ അതല്ല, ജീവിതത്തിൽ ആദ്യമായി ഒരു സുന്ദരി പെണ്ണ് ദേഹത്ത് വന്ന് മുട്ടിയതല്ലേ, ആ ഷോക്കിൽ ഉറങ്ങാനേ പറ്റിയില്ല. ഞാനല്ലല്ലോ വന്ന് മുട്ടിയത്. മുട്ടിയതാരാണെങ്കിലും മുട്ടി എന്നുള്ള ഒരു സത്യമാണല്ലോ. ആ പാലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്, ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. വീടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല കല്യാണത്തിനും. എന്നെയും വിളിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ പോകുന്നില്ലേ? ചേച്ചി കാല് കുത്തണമെന്ന് തോന്നും, പക്ഷെ കുത്തരുത്. ആരാടോ തന്റെ ചേച്ചി? മാറി നിൽക്കണോ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്താ തനിക്കൊന്നും പറയാനില്ലേ? എന്താണോ മിണ്ടാണ് നിൽക്കുന്നത്? സാർ ഐ ലവ് യു. ഇനി എന്നെ വഴക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ ലവ് യു മാത്രമായിരിക്കില്ല, കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മയും കൂടെ അങ്ങ് തരും. അല്ല പിന്നെ